ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ചോപ്പർ സൈക്കിളിൻ്റെ ഫൈനൽ പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ നമ്മൾ ഇതുവരെ ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിതിൽ കുറച്ച് പാർട്സ് കൂടെ പിടിപ്പിക്കാനുണ്ട്, അതുപോലെ ഇതിൻ്റെ പെയിൻറ്റിങ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് വീലിൽ ഡിസ്ക് ബ്രേക്ക് പിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് വീലിൻ്റെ ഡ്രോപ്പ് ഔട്ട് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ഡിസൈനിൽ ചെറിയൊരു പാളിച്ച പറ്റി. അപ്പോൾ അത് കാരണം നമ്മുടെ ഈ ഫ്രണ്ട് വീല് കുറച്ച് മുന്നിലേക്ക് തള്ളിയാണ് നിൽക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ലുക്ക് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ അത് കാരണം നമ്മുടെ ഡിസ്ക് ബ്രേക്കിൻ്റെ റോട്ടറും കൂടെ അതിൻ്റെ കൂടെ ഫ്രണ്ടിലേക്ക് നീങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കാലിപ്പർ സെറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൻ്റെ ഡിസ്ക് പേഡ് റോട്ടർ വരെ എത്തുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് മാത്രമേ നമുക്കിത് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു പാർട്ട് ഊരി മാറ്റിയിട്ട് നമ്മൾ അതിന് പകരം 2 പട്ട ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ 6mm 2 ത്രെഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഡിസ്ക് കാലിപ്പറിനെ പട്ടയിൽ വെച്ച് സ്ക്രൂ ചെയ്തതിന് ശേഷം ഈ പട്ട നമുക്ക് ഫോർക്കിൽ വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ നമ്മുടെ സൈക്കിളിൻ്റെ ഫ്രെയിമിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലത്തെ ഒരു പൈപ്പ് നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ച് വെൽഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൈക്കിളിൻ്റെ ഹാൻഡിൽ ബാറിൻ്റെ ഷേപ്പ് മാറ്റിയിട്ട് ഈ ഒരു ഷേപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹാൻഡിൽ ബാർ ചെയ്യുന്ന വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സീറ്റ് പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ സൈക്കിളിൻ്റെ പുറകിലായിട്ട് ഇതുപോലെ 2 പൈപ്പ് വെൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ പൈപ്പുകളൊന്നും തന്നെ നമ്മൾ ബെൻഡ് ചെയ്തെടുക്കുന്നതല്ല. ഈ ഷേപ്പ് വരുന്ന പൈപ്പ് നമ്മൾ പഴയ ഫ്രെയിമിൽ നിന്ന് മറ്റുമൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ വെച്ച് വെൽഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ സീറ്റ് വരുന്നത്. അപ്പോൾ ഈ സീറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ട അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നമ്മുടെ ഫോർക്കിൻ്റെ ഈ ഒരു ഭാഗം വെറുതെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു പൈപ്പ് വെച്ച് വെൽഡ് ചെയ്ത് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഹെഡ്ലൈറ്റ് പോലെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പഴയൊരു സൈക്കിളിൻ്റെ ലൈറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലൈറ്റ് പിടിപ്പിക്കാൻ വേണ്ടി നമ്മളൊരു പട്ട ഇതുപോലെ ഹോൾഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലൈറ്റിനെ പട്ടയിൽ പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ പട്ട ഫ്രെയിമിൽ വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ ഈ ലൈറ്റ് നമ്മളൊരു ലുക്ക് കിട്ടാൻ വേണ്ടി വെറുതെ ഡമ്മിയായിട്ട് വയ്ക്കുന്നതാണ്. ഇത് കത്താനുള്ള സാധ്യതയില്ല. അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക് കേബിൾ കൊണ്ടുപോകാനുള്ള കേബിൾ ഗൈഡുകൾ നമ്മൾ ഫോർക്കിലും അതുപോലെ തന്നെ ഫ്രെയിമിലും വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫോർക്കിൻ്റെ മുകളിൽ ഹാൻഡിൽ ബാർ മൗണ്ട് ചെയ്യാനുള്ള പ്ലേറ്റാണ്. അപ്പോൾ അതൊന്ന് ബലപ്പെടുത്താൻ വേണ്ടി നമുക്കൊരു ഷീറ്റിൻ്റെ പീസ് ഇതുപോലെ ചുറ്റി വെച്ച് വെൽഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളത് ഫുള്ള് വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ഫിനിഷിംഗ് ആക്കി എടുക്കണം. അപ്പോൾ ഇത് ഒരുവിധം ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ബാക്കിയുള്ളത് നമ്മൾ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് നമ്മളിത് പുട്ടിയിട്ട് ലെവൽ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സൈക്കിളിൻ്റെ വെൽഡിങ് വർക്കൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പെയിൻ്റ് അടിക്കാൻ വേണ്ടി ഫുൾ അഴിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ വെൽഡിങ് വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ലെവലാക്കി എടുക്കണം. അപ്പോൾ നമ്മളത് ഗ്രൈൻഡ് ചെയ്ത് ഒരുവിധം ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലുള്ള പഴയ പെയിൻ്റൊക്കെ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ ഒരു കോട്ട് ഓയിൽ പ്രൈമർ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ പഴയ ടൈപ്പ് സൈക്കിളുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലൈറ്റാണ്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് തുരുമ്പ് കളഞ്ഞിട്ട് പെയിൻ്റ് അടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാത്തിലും ഒരു കോട്ട് ഓയിൽ പ്രൈമർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ വെൽഡിങ് വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് ബോഡി ഫില്ലർ അപ്ലൈ ചെയ്തിട്ട് അന്ന് പേപ്പർ പിടിച്ച് ലെവലാക്കി എടുക്കണം.
ഇത് നമ്മുടെ ഫോർക്കിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്ന നട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മളൊരു പ്ലേറ്റ് വെച്ച് വെൽഡ് ചെയ്ത് അടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ വെൽഡിങ് വരുന്ന ഭാഗങ്ങളൊക്കെ ഗ്രൈൻഡ് ചെയ്ത് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ പുട്ടിയിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ പുട്ടിയിട്ട ഭാഗങ്ങളൊക്കെ പേപ്പർ പിടിച്ച് നല്ല ഫിനിഷിംഗ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ പുറത്ത് സർഫേസർ അടിക്കണം. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് NC സർഫേസറാണ്. അപ്പോൾ നമ്മളിതിൽ അടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹോണ്ട റെഡ് എന്ന് പറഞ്ഞൊരു കളറാണ്. അപ്പോൾ ഇത് നമ്മൾ മെറ്റാലിക്കിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മെറ്റാലിക്കിൽ തന്നെ കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള പെയിൻറ്റുകളുണ്ട്. അപ്പോൾ നമ്മളതിൽ കുറഞ്ഞ ടൈപ്പ് പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം തിരിച്ചിതിൽ അസംബിൾ ചെയ്യാം. As you fade away, as you fade away. Yeah, I'm about to fade away, 'cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden I don't look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay. Just let me be me and I'll stay out of your way. I can see the way you look at me, I'm such a disgrace. I never really asked to be brought into this place. You wanna love me? Well then baby have a taste. All the highs and the lows, no you'll never be the same. I don't really wanna hurt you but I can't control the pain. If you're sticking by my side, maybe we could be okay. Okay, maybe you could be the change I need today. I promise that I've never felt this way. I really hope that you will choose to stay through all the pain. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to gray as you fade away, as you fade away, as you fade away. As you fade away.
told your friend you're not okay? And tell me what's wrong and why you never said you felt that way. I guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to gray as you fade away. As you fade away. As you fade away. ഇതിൻ്റെ ഗ്ലാസ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ ഉള്ള ഒരു പഴയ സൈക്കിൾ ലൈറ്റിൽ നിന്ന് എടുത്ത ഗ്ലാസ്സാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്ലാസ് എടുത്തത്. I know you told your friend you're not okay. And tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to gray. അപ്പോൾ നമ്മുടെ സൈക്കിളിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് ലോ റൈഡർ കാറ്റഗറിയിൽ വരുന്ന ടൈപ്പിലുള്ള ഒരു സൈക്കിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ഒരു ലുക്കാണ് ഈ സൈക്കിളിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഈ സൈക്കിളിൻ്റെ വെയിറ്റ് കൂടുതലായതുകൊണ്ട് റൈഡിങ് കംഫർട്ടും മറ്റും കുറവായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കിനി ഇത് ഓടിക്കുന്നതും കൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം.